33 സങ്കീർത്തനം പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് ഡേവിഡ് എഴുതിയെന്നാണ്. കാരണം 32 സങ്കീർത്തനം ദാവീദാണ് എഴുതിയത്. അതുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നത് കൊണ്ട് ഡേവിഡ് ആയിരിക്കും ഇത് എഴുതിയതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ബട്ട് ദർ ഇസ് നോ പ്രൂഫ് അബൌട്ട് ഇറ്റ്, ബട്ട് വി ഓൾസോ ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ ഡേവിഡ്. ഇനി ഞാനിത് വായിച്ചപ്പോൾ ഞാനിത് എൻ്റെ ഇതിൽ കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ അതിനെ ഡിവൈഡ് ചെയ്തു. അതിന് ഫസ്റ്റായിട്ട് വേഴ്സസ് 1 to 3. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നീരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുകയും അവന് പുതിയ പാട്ട് പാടുകയും ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിക്കുകയും. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എങ്ങനെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ ഇതിൽ പറയുന്നത്. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കാനാണ് പറയുന്നത്. സോ ഒരു ഘോഷസ്വരം വേണം, ഒരു പുതിയ പാട്ട് വേണം, ഒരു ഘോഷസ്വരം വേണം, ഒരു പാട്ട് വേണം, പുതിയ പാട്ട് വേണം, ആൻഡ് we use instruments. Okay, so the psalmist is telling over here how we should praise God with all our heart and with all that we have. And he's stressing the need for how to praise God. Okay, ini 4 to 9 വായിച്ചാല് someone read 4 to 9. യഹോവയുടെ വചനം നേരുള്ളത്, അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായം ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായുടെ ശ്വാസത്താൽ അതിനെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴകളെ ഭണ്ഡാരതലങ്ങളിൽ സംഗ്രഹിക്കുന്നു. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ. ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. Okay, so 4 to 9 വരെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ടോക്കിംഗ് ഓൾ അബൌട്ട് ക്രിയേഷൻ ഫ്രം ദ ബിഗിനിങ് ഓഫ് വാട്ട് ഗോഡ് സെഡ്. എല്ലാം ഉളവായി, ദൈവത്തിൻ്റെ ശക്തിയാൽ എല്ലാം ഉളവായി, ദൈവം എല്ലാം ഉളവാക്കിച്ചു എന്ന് സങ്കീർത്തനക്കാരനും പറയുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഫസ്റ്റ്, ഹൗ വി ഷുഡ് വർഷിപ്പ്. സെക്കൻഡ്, വൈ വി ഷുഡ് വർഷിപ്പ്. ബിക്കോസ് ഓഫ് ഹിസ് വണ്ടറസ് ക്രിയേഷൻ. നോ ഹ്യൂമൻ ബീങ് ക്യാൻ ഡു ഇറ്റ്. അത്രയ്ക്ക് എന്താ പറയുക, മാസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് ആയിട്ടാണ് ഗോഡ്സ് ക്രിയേഷൻസ് നടക്കുന്നത്. what I would see over here is that നമ്മൾ Christians in general, we don't value what God has done for us. ഇല്ലേ? കാരണം കൊല്ലൻ്റെ ആളിൽ കിടക്കുന്ന പട്ടികയും എത്ര തീ പോയി വന്നാലും the first time he'll be affected. After that he is okay with it. അല്ലേ? അതുപോലെയാണ് ഇപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരുന്നാലും ശരി, ഒരു ഫാസ്റ്റിംഗ് പ്രെയർ വന്നാൽ 21 days ഫാസ്റ്റിംഗ് പ്രെയർ അവരെന്തെങ്കിലും നേടുന്നുണ്ടോ? അവിടെ ഇപ്പം നമ്മളൊരു 21 കഴിഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും നേടിയോ? എനിവൺ കുഞ്ഞുങ്ങളുള്ള ആരെങ്കിലും നേടിയോ ജോസെ? നേടിയോ? അപ്പോൾ അവർക്ക് എന്തുവാ? 21 ഉണ്ട്, 41 ഉണ്ട്, 7 ഉണ്ട്. Are they experiencing God? Most of the time parents are also not fasting. So what is the child learning? Fasting prayer ചർച്ചിലേക്ക് അവിടെ ചർച്ചിലാരെങ്കിലും ഫാസ്റ്റ് ചെയ്തോട്ടെ. I have heard children telling my parents will not fast. Very confidently some children were telling my parents won't fast. നമ്മൾ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ട് പഠിക്കണമെന്നാണ്, അല്ലേ? ഇവിടെ വന്ന് കുട്ടി പാടുന്ന മാത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു, ഒരു കുട്ടി പാടി ആഘോഷിക്കുന്നത്, അല്ലേ? നമുക്ക് കൈകൊട്ട അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? എൻജോയ് ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? പാട്ടുപാടാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? No, the environment is different. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തുവാ ചെയ്യുന്നത്? How are we bringing them up? Have we thought of it? അവർ പോകുന്ന കുറേ ചാലഞ്ചസ് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാം മലയാളികളേ ഉള്ളൂ, അല്ലേ? പിന്നെ പണത്തിൽ പോയിട്ട് കുറച്ച് കാണുമായിരിക്കും, ബട്ട് വി ആർ ഓൾ ഹോമോജീനസ്, അല്ലേ? എല്ലാം സെയിം ആയിരുന്നു. പക്ഷെ അവർ പോകുന്ന സ്കൂളിലോ ഇറ്റ്സ് മൾട്ടി കൾച്ചർ. There are Malayalis, there are North Indians, there are different types of South Indians, there are Bahranis, there are Sri Lankans, there are Syrians.
they are going through a multicultural crisis actually. But we as parents have to change. We have to understand what they are going through. എന്നിട്ട് നമ്മൾ കണ്ടേക്കുന്ന ഒരു വഴിയിൽ കൂടെ അവരെ അടിച്ചു കയറ്റി അതിൻ്റെ അകത്ത് പോകാൻ സമ്മതിക്കാൻ ഫോഴ്സ് ചെയ്യാതെ we need to open our eyes. We need to start thinking for them. Only then they will start realizing who God is, and only then they will start realizing that they need to worship God, that they need to have a relationship with God. ഇപ്പോൾ അവർക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഗോഡുമായിട്ട്? When the smallest child can have. It's how we train them. How many of you all tell your children Bible stories before they sleep? How many of you all parents? We all do that? We all do that? We all do that? We all do that? We need to make time for it. നിങ്ങൾ ടയർഡ് ആയിരിക്കും, നിങ്ങൾ വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഒന്നുമായിരിക്കും. Okay, when you all eat together, at least have one meal together. We used to have that. One meal together. One meal, make it a point to tell them about God. The God you saw. ഇല്ലെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പോകുന്നില്ല. അവർ വലുതായി കഴിഞ്ഞിട്ട് അവർ സമയം വരുന്നില്ല, അവർ വേറെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മരം ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കൊണ്ട് വളം ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നിങ്ങളെല്ലാവരും കൃഷിയിലൊക്കെ നിന്ന് വളർന്നിട്ടുള്ളവരാണല്ലേ? From where should we start? From the time we put the seed in, we have to start. അല്ലേ? So from there, let's start. So what I was coming to tell over here is that we don't realize the massiveness of His creation. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വർഷിപ്പിലോട്ട്, ഒരു പ്രൈസിലോട്ട് നമുക്ക് ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല. Especially as Pentecostals. Because we feel God is in our pocket. So let's come back from that and let's try praising His creation. Now when we read from verses 10 to 17. യഹോവ ജാതികളുടെ ആലോചനയെ വ്യക്തമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. യഹോവ സ്വർഗത്തിൽ നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു. അവൻ തന്റെ വാസസ്ഥലത്ത് നിന്ന് സർവ്വഭൂവാസികളെയും നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. സൈന്യ ബോധത്താൽ രാജാവ് ബലം പ്രാപിക്കുന്നില്ല. ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തന്റെ ബലാധിക്യം കൊണ്ട് അത് വിളിക്കുന്നതുമില്ല. So here we can see the sovereignty of God, Devathinte Shakti. So here the psalmist is talking about the attributes of God. First he told about the creative power of God. Now he's talking about the sovereignty. ദൈവത്തിന് എല്ലാം അറിയാം. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ അല്ലേ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി അവരുടെ ബലത്തിൽ മാത്രമാണോ അവർക്ക് ആ ജയങ്ങൾ നേടാൻ പറ്റുന്നത്? Impossible, isn't it? Because everyone is army wise, everyone is strong. Like no one is there who's not equipped army wise, right? But why is it that Israel is finding things and is able to destroy them? They are reaching that point where അവർ ഉദ്ദേശിക്കുന്നത് നടക്കുന്നു അല്ലേ? Why? They are a very small country അല്ലേ? When did it form as a country? After the World War, isn't it? ആ വേൾഡ് വാർ കഴിഞ്ഞ് ഇസ്രായേൽ എന്ന് പറയുന്ന country has become a fear for everyone അല്ലേ? The GCC full fears them. That's why they hate them. അല്ലേ? US supposed to be the police country, but they fear Israel, isn't it? Why? Because they are God's people. Whether we like it or not, they have God's protection over them. So മനുഷ്യൻ എന്ത് നിരൂപിച്ചാലും ദൈവമേ അത് നിവർത്തിക്കത്തുള്ളൂ. പക്ഷെ അവരുടെ കാര്യത്തിൽ നമുക്ക് ദൈവം അവരുടെ പല കാര്യങ്ങളും നിവർത്തിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ എത്ര സൈന്യം പുസ്തകം ഉണ്ടെങ്കിലും ശരി, എത്ര സ്ട്രെങ്ത് cavalryയിലുണ്ടെങ്കിലും, if God does not decide, nothing will work out. So here the psalmist talks about God's sovereign power. Now if we go to verses 18 to 19. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു.
അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. Okay. നമ്മുടെയുള്ള യഹോവയ്ക്കായി വെയിറ്റ് ഓക്കെ ജസ്റ്റ് 18 and 19. സോ ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ നമ്മളെ വാച്ച് ചെയ്യുന്ന കണ്ണുകൾ കാണാം അല്ലേ. ജസ്റ്റ് ഇമാജിൻ ദ ക്രിയേറ്റർ ഓഫ് ക്രിയേഷൻസ് ഈസ് വാച്ചിങ് ഓവർ ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് us. ലൈക്ക് ഹി ഈസ് വാച്ചിങ് ഓവർ മീ. നമ്മുടെയൊക്കെ ജോലി സ്ഥലത്ത് ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് പണിയെടുക്കും ഇല്ലേ ഇല്ലേ. ക്യാമറ ഉള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കറിയാം. Isn't it? You won't do anything against the management. Will you? Will you, Sijo? No. You're supposed to stand there 24 all the time you work, you will stand, isn't it? നമ്മൾ ഇത് റിയലൈസ് ചെയ്യുന്നുണ്ടോ? God is watching over us. Do we? The creator of creations is watching our every move. Not just our move, whatever is going inside. I can pretend in front of Sijo that I like him and I agree to all what he says. But she in my mind, I'm thinking that he knows, and I'm going to get according to what I think and what I have in my heart, isn't it? But here you can see a God who is watching. And Malachi 3:16 പറയുന്നുണ്ട്, യഹോവ ഭക്തന്മാർ സംസാരിച്ചത് തമ്മിൽ സംസാരിച്ചത്. അപ്പോൾ ഈ ഞാൻ പലപ്പോഴും ഇത് when I came to faith, ഈ പലപ്പോഴും ഇത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മച്ചിമാരിന്ന് യഹോവ ഭക്തന്മാരോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വാക്യങ്ങൾ ഇങ്ങനെ അടിച്ചുകൂട്ടി കേൾക്കുന്നവരുണ്ടല്ലോ. അതിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് വന്നിരിക്കുമ്പോഴേ കേൾക്കുന്നുള്ളൂ. ആണോ? ഇതിനകത്ത് വന്നിരിക്കുമ്പോഴേ കേൾക്കുന്നുള്ളൂ? No. When you talk bad about anyone, he is listening. He is watching. Are we aware of that? Are we streamlining our lives according to what God wants? നമ്മൾ പറയും നമ്മൾ വിശ്വാസിയാണ്, അതാണ് ഇതാണ്. We tell a lot, we pretend a lot. But are we aware that He is watching us 24/7? When we are sleeping, when we are sitting, when we are standing, every time, every minute, every second, every breath, He is watching us. So how much more we should be thoughtful of how we conduct our life, isn't it? We cannot, it's not just about the dress. It's not about just pretending to be what, there's that സമൂഹം, പെന്തക്കോസ്തൽ സമൂഹം ചെയ്യുന്നത് പോലെ ചെയ്തിട്ടുണ്ട് കാര്യം. Everyone can do it. Because God is not looking for what you're doing according to them. God is looking what is in there. You're faithful, you're truthful. If you understand that He is watching you every second of your life, we will streamline our lives to be fruitful for God. Okay? Now we come to the final verses, 20 and 22. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കാൻ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. സോ 20 to 22 വേഴ്സസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സങ്കീർത്തനക്കാരൻ ഒരു പ്രാർത്ഥനയായിട്ട് ദൈവത്തോട് പറയുന്നു. ഓക്കെ, ഞങ്ങളെ ഒന്ന് നോക്കണേ, ഞങ്ങളെ കടാക്ഷിക്കണമേ, ഞങ്ങൾക്ക് പ്രവർത്തിക്കണമേ. ലൈക്ക് ഹിസ് പ്രേയിങ് ടു ഗോഡ്. സോ വി സ്റ്റാർട്ട് ഓഫ് വിത്ത് ഹൗ ടു പ്രൈസ് ഗോഡ് ആൻഡ് വി എൻഡ്, ആൻഡ് ദ psalmist ends with a prayer to God for protection and care and concerns. So there are 6 things that we can learn from this. ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 6 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഇസ് ഹൗ ടു പ്രൈസ്. സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത്. 2, ദൈവത്തിൻ്റെ ക്രിയേറ്റീവ് പവറിൽ we should realize that creative power. We should appreciate that creative power, not take things for granted, but praise Him for having created it for us. Then we should be aware of God's sovereign power. നമ്മൾ എന്ത് ചിന്തിച്ചാലും നമ്മൾ എന്ത് നിരൂപിച്ചാലും അത് പ്രാവർത്തികമാകണമെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ ഒരു കടാക്ഷം വേണം. ലൈക്ക് He should agree to it. So we should realize that God has a supreme power. നമ്മളെല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, പക്ഷെ ദൈവമാണ് എല്ലാം നിവർത്തിക്കുന്നത്. പിന്നെ നമുക്കറിയാം ദൈവം എല്ലാം അറിയുന്നു. നമ്മളുടെ നിരൂപണങ്ങളെ, നമ്മുടെ ചിന്തകളെ എല്ലാം ദൈവം അറിയുന്നു. നത്തിങ് ഈസ് ഹിഡൻ ഫ്രം ഹിം. പിന്നെ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു.
If God does not protect, no one can protect us from anything. And above all, His words are reliable. If God says yes, it's yes. And if it says no, it's no. And let us all be encouraged to follow God and to understand Him, to praise Him the way He wants, and appreciate His creative powers. അതുകൊണ്ട് തേജയുടെ അപ്ഡേറ്റ് ദേ ഹാവൻറ്റ് മൂവ്ഡ്. അവർ പുതിയ വീട്ടിലോട്ട് മാറിയിട്ടില്ല. ബിക്കോസ് ദർ സം കൺസ്ട്രക്ഷൻ വർക്ക്സ് ഗോയിങ് ഓൺ. ഹോപ്പ്ഫുള്ളി ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത് പോകുമെന്ന് വിശ്വസിക്കുന്നു. She's asked for everyone's prayer. Amen, amen, amen.